എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുട്ടികളുമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തെന്നെ ഒന്ന് അറിയിക്കുക. നമ്മൾ കുട്ടികളൊക്കെ തറയിലിരിക്കുമ്പം നമ്മൾ പറയത്തില്ലേ, പോയി കസേരയിലിരിക്കുക. ഇതെങ്ങനെയാണ് പറയുന്നത്? ഗോ സിറ്റ് ഓൺ ദ ചെയർ. ഗോ സിറ്റ് ഓൺ ദ ചെയർ. ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ്. സിറ്റ് ഓൺ ദ ചെയർ എന്ന് പറഞ്ഞാൽ കസേരയിൽ ഇരിക്കുക എന്നാണ്. സോ പോയി കസേരയിൽ ഇരിക്കുക എന്ന് പറയാനാണ് ഗോ സിറ്റ് ഓൺ ദ ചെയർ. ഇതേപോലെ തന്നെ പോയി നിൻ്റെ ബാഗ് എടുക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, അതിന് ഗോ ഗെറ്റ് യുവർ ബാഗ്. ഗോ ഗെറ്റ് യുവർ ബാഗ്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ പോയി എടുക്കുക എന്നുള്ള മീനിങ് ആണ് ഇവിടെ. സോ ഗോ ഗെറ്റ് യുവർ ബാഗ് എന്ന് പറഞ്ഞാൽ പോയി നിൻ്റെ ബാഗ് എടുക്കുക എന്നാണ് മീനിങ്. സോ ഇതേപോലെ ഏത് കാര്യം പോയി എടുക്കുക എന്ന് പറയാൻ ഗോ ഗെറ്റ് യുവർ കഴിഞ്ഞിട്ട് എന്താണോ അത് പറഞ്ഞാൽ മതി. പോയി നിൻ്റെ ബുക്ക് എടുക്കുക എന്ന് പറയാനാണെങ്കിൽ ഗോ ഗെറ്റ് യുവർ ബുക്ക്. ഇനി പോയി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ എന്ന് പറയണമെങ്കിലോ, ഗോ ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഗോ ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോയി കൊണ്ടുവരൂ എന്നാണ്. ഗോ ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഇനി ഇതുപോലെ തന്നെ നമ്മളിപ്പം ടി വി കാണാനിരിക്കുവാണ്. അപ്പം റിമോട്ട് എവിടെയെങ്കിലും മാറിയ ഒരു സ്ഥലത്താണെങ്കിൽ നമ്മൾ പിള്ളേരോട് പറയത്തില്ലേ, പോയി ആ റിമോട്ട് എടുത്ത് തരാമോ എന്ന് ചോദിക്കത്തില്ലേ? അല്ലെങ്കിൽ പോയി നിനക്ക് ആ റിമോട്ട് ഒന്ന് എടുത്ത് തരാൻ കഴിയുമോ? അതെങ്ങനെ ചോദിക്കും? ക്യാൻ യു ഗെറ്റ് മീ ദ റിമോട്ട്. ക്യാൻ യു ഗെറ്റ് മീ ദ റിമോട്ട് എന്ന് പറഞ്ഞാൽ ആ റിമോട്ടൊന്ന് എടുത്ത് തരാൻ കഴിയുമോ എന്നാണ് മീനിങ്. അല്ലെങ്കിൽ ഇപ്പം ഫോൺ എടുത്ത് തരാൻ കഴിയുമോ എന്നാണെങ്കിൽ ക്യാൻ യു ഗെറ്റ് മീ ദ മൊബൈൽ. ക്യാൻ യു ഗെറ്റ് മീ ദ മൊബൈൽ എന്ന് പറഞ്ഞാൽ ആ മൊബൈലൊന്ന് എടുത്തു തരാൻ കഴിയുമോ എന്നാണ് മീനിങ്. ഇനി നമ്മൾ അമ്മമാരൊക്കെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ഇന്ന് പ്രഭാത ഭക്ഷണത്തിന് എന്താണ്, അല്ലെങ്കിൽ ലഞ്ചിന് എന്താണ് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന്. സോ ഇന്ന് പ്രഭാത ഭക്ഷണത്തിന് എന്താണ് എന്ന് ചോദിക്കാനാണ് വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. ഇനി നമ്മൾ കുട്ടികളോട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന നേരത്ത് നമ്മൾ ചോദിക്കത്തില്ലേ, നിനക്ക് ലഞ്ചിന് എന്താണ് വേണ്ടത്? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട് ഡു യു വോണ്ട് ഫോർ ലഞ്ച്. വാട്ട് ഡു യു വോണ്ട് ഫോർ ലഞ്ച്. വോണ്ട് എന്ന് പറഞ്ഞാൽ വേണ്ടത് എന്നുള്ള മീനിങ് ആണ്. സോ എന്താണ് നിനക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടത് എന്ന് ചോദിക്കാൻ വാട്ട് ഡു യു വോണ്ട് ഫോർ ലഞ്ച്. ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം, അതായത് നിനക്ക് എന്താണ് കഴിക്കാൻ ഇഷ്ടം? അതെങ്ങനെ ചോദിക്കും? വാട്ട് ഡു യു ലൈക്ക് ടു ഈറ്റ്. വാട്ട് ഡു യു ലൈക്ക് ടു ഈറ്റ്. ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക, ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. സോ എന്താണ് നിനക്ക് കഴിക്കാൻ ഇഷ്ടം എന്ന് ചോദിക്കാനാണ് വാട്ട് ഡു യു ലൈക്ക് ടു ഈറ്റ്. പിന്നെ നമ്മൾ ഇങ്ങനെയും ചോദിക്കത്തില്ലേ, നിനക്ക് ഒരു കപ്പ് കാപ്പി വേണോ? അതെങ്ങനെ ചോദിക്കും? വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് കോഫി. വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് കോഫി. വുഡ് യു ലൈക്ക് എന്ന് പറഞ്ഞാൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള മീനിങ് ആണ്. സോ വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് കോഫി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കപ്പ് കാപ്പി കുടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കപ്പ് കാപ്പി വേണോ എന്നുള്ള മീനിങ് ആണ്. ഇനി ഇതേപോലെ തന്നെ നിനക്ക് കുറച്ച് മിഠായി വേണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വുഡ് യു ലൈക്ക് സം ക്യാൻഡി. വുഡ് യു ലൈക്ക് സം ക്യാൻഡി. ക്യാൻഡി എന്ന് പറഞ്ഞാൽ മിഠായി എന്നുള്ള മീനിങ് ആണ്. സോ വുഡ് യു ലൈക്ക് സം ക്യാൻഡി എന്ന് പറഞ്ഞാൽ നിനക്ക് കുറച്ച് മിഠായി വേണോ എന്നാണ്. ഇനി നമ്മൾ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കത്തില്ലേ, ഇത് മതിയോ അതോ നിനക്ക് കൂടുതൽ വേണോ? അപ്പം അതെങ്ങനെ ചോദിക്കും? ഇത് മതിയോ എന്ന് ചോദിക്കാൻ ഇസ് ദിസ് ഇനഫ്. ഇസ് ദിസ് ഇനഫ് എന്ന് പറഞ്ഞാൽ ഇത് മതിയോ എന്നാണ്. ഇനഫ് എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഇത് മതിയോ എന്ന് ചോദിക്കാനാണ് ഈസ് ദിസ് ഇനഫ്. ഇനി അതോ നിനക്ക് കൂടുതൽ വേണോ എന്ന് ചോദിക്കണം. ഓർ ഡു യു വോണ്ട് മോർ. ഓർ ഡു യു വോണ്ട് മോർ എന്ന് പറഞ്ഞാൽ കൂടുതൽ വേണോ എന്നുള്ള മീനിങ് ആണ്. ഈസ് ദിസ് ഇനഫ് ഓർ ഡു യു വോണ്ട് മോർ. പിന്നെ നമ്മൾ ഇങ്ങനെ ചോദിക്കത്തില്ലേ, നിനക്ക് കുറച്ചും കൂടി വേണോ? അതെങ്ങനെയാണ്? കുറച്ചും കൂടി എന്ന് ചോദിക്കാൻ സം മോർ. ഡു യു വോണ്ട് സം മോർ. ഡു യു വോണ്ട് സം മോർ എന്ന് പറഞ്ഞാൽ നിനക്ക് കുറച്ചും കൂടി വേണോ എന്നുള്ള മീനിങ് ആണ്. ഡു യു വോണ്ട് സം മോർ. പിന്നെ നമ്മൾ കുട്ടികളോടൊക്കെ പല്ല് തേക്കാൻ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും പല്ല് തേച്ചിട്ടില്ല നമ്മൾ ചോദിക്കത്തില്ലേ, നീ ഇതുവരെ നിൻ്റെ പല്ല് തേച്ചിട്ടില്ലേ? അതെങ്ങനെ ചോദിക്കും? ഹാവൻറ്റ് യു ബ്രഷ്ഡ് യുവർ ടീത്ത് യെറ്റ്. ഹാവൻറ്റ് യു ബ്രഷ്ഡ് യുവർ ടീത്ത് യെറ്റ്. യെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്നാണ്. ഹാവൻറ്റ് യു ബ്രഷ്ഡ് യുവർ ടീത്ത് എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ പല്ല് തേച്ചിട്ടില്ലേ എന്നുള്ള മീനിങ് ആണ്.
സോ ഹാവൻറ്റ് യു ബ്രഷ്ഡ് യുവർ ടീത്ത് യെറ്റ്? പിന്നെ കുട്ടികളൊക്കെ സ്പീഡിൽ ഓടിക്കളിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ, സ്പീഡ് കുറയ്ക്ക്, പതുക്കെ ഓട് എന്ന് പറയത്തില്ലേ? അപ്പം സ്ലോ ഡൗൺ എന്ന് പറയാം. സ്ലോ ഡൗൺ എന്ന് പറഞ്ഞാൽ വേഗത കുറയ്ക്ക്, അതായത് പതുക്കെ ഓട് എന്നുള്ള ഒരു മീനിങ് ആണ് സ്ലോ ഡൗൺ. പിന്നെ നമ്മൾ കുട്ടികളോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ, അതായത് നിനക്ക് ദാഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ആർ യു തേഴ്സ്റ്റി, ആർ യു തേഴ്സ്റ്റി, നിനക്ക് ദാഹിക്കുന്നുണ്ടോ. നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ആർ യു ഹംഗ്രി, ആർ യു ഹംഗ്രി. ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പ്, അപ്പം വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് ആർ യു ഹംഗ്രി. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ എങ്ങനെ ചോദിക്കും? ആർ യു സ്ലീപ്പി, ആർ യു സ്ലീപ്പി എന്ന് പറഞ്ഞാൽ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ ടി വിയിൽ എന്തെങ്കിലും കണ്ട് പേടിക്കുവാണെങ്കിൽ നമ്മൾ പേടിയുണ്ടോ എന്ന് ചോദിക്കത്തില്ലേ? ആർ യു സ്കെയർഡ്, ആർ യു സ്കെയർഡ് എന്ന് പറഞ്ഞാൽ നിനക്ക് പേടിയുണ്ടോ എന്നുള്ള മീനിങ് ആണ്. ഇനി നിനക്ക് ക്ഷീണമുണ്ടോ എന്നാ ചോദിക്കേണ്ടതെങ്കിലോ ആർ യു ടയേർഡ്, ആർ യു ടയേർഡ് എന്ന് പറഞ്ഞാൽ നിനക്ക് ക്ഷീണമുണ്ടോ എന്നാണ് മീനിങ്. പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് നമ്മൾ പിള്ളേരോട് പറയത്തില്ലേ, നിൻ്റെ ഭക്ഷണം കഴിക്ക്, അതെങ്ങനെ പറയും? ഹാവ് യുവർ ഫുഡ്, ഹാവ് യുവർ ഫുഡ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭക്ഷണം കഴിക്കുക എന്നുള്ള മീനിങ് ആണ് ഹാവ് യുവർ ഫുഡ്. ഇനി നമ്മളിങ്ങനെ പറയത്തില്ലേ, ലഞ്ച് കഴിക്കാൻ സമയമായി അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി, ഇങ്ങനെ പറയണമെങ്കിൽ ഇറ്റ്സ് ടൈം ടു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് ടൈം ടു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിൻ്റെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ സമയമായി എന്നാണ്, രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ സമയമായി. ഇറ്റ്സ് ടൈം ടു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഡിന്നർ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്ഥാനത്ത് ഡിന്നർ ആക്കിയാൽ മതി. ഇറ്റ്സ് ടൈം ടു ഹാവ് യുവർ ഡിന്നർ, അതായത് അത്താഴം കഴിക്കാൻ സമയമായി എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, നീ എന്താണ് നോക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് തിരയുന്നത് എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ, വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞാൽ നീ എന്താണ് നോക്കുന്നത് എന്നുള്ള മീനിങ് ആണ് വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ. ഇനി നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറയണം, അതെങ്ങനെ പറയും? ലെറ്റ്സ് ഗോ ഹോം, ലെറ്റ്സ് ഗോ ഹോം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാം എന്നുള്ള മീനിങ് ആണ് ലെറ്റ്സ് ഗോ ഹോം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക, നമ്മൾ വീട്ടിൽ പോകാം എന്ന് പറയുന്നതിന് ലെറ്റ്സ് ഗോ ഹോം എന്നേ പറയത്തുള്ളൂ, ഗോ ടു ഹോം എന്ന് പറയത്തില്ല. സോ ഹോമിൻ്റെ ഫ്രണ്ടിലായിട്ട് ടു എന്ന പ്രൊപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ ലെറ്റ്സ് ഗോ ഹോം എന്നാണ് പറയേണ്ടത്. ഇനി ഇപ്പം ഹോമിന് പകരമായിട്ട് ഹൗസാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ടു യൂസ് ചെയ്യണം. അതായത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറയാൻ ലെറ്റ്സ് ഗോ ടു അവർ ഹൗസ് എന്ന് പറയാം. ലെറ്റ്സ് ഗോ ടു അവർ ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്നാണ്. അവിടെ ടു യൂസ് ചെയ്യണം. പക്ഷേ ഹോം പറയുമ്പോൾ ടു യൂസ് ചെയ്യാറില്ല. ഇനി നമ്മൾ കിടക്ക വിരിക്കുക എന്ന് പറയത്തില്ലേ, അതിന് മേക്ക് ദ ബെഡ് എന്നാണ് പറയുന്നത്, മേക്ക് ദ ബെഡ്. അപ്പോൾ നിനക്ക് നിൻ്റെ കിടക്ക വിരിക്കാമോ എന്നെങ്ങനെ ചോദിക്കും? ക്യാൻ യു മേക്ക് യുവർ ബെഡ്, ക്യാൻ യു മേക്ക് യുവർ ബെഡ് എന്ന് പറഞ്ഞാൽ നിനക്ക് നിൻ്റെ കിടക്ക വിരിക്കാമോ എന്നുള്ള മീനിങ് ആണ് ക്യാൻ യു മേക്ക് യുവർ ബെഡ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് നിനക്ക് നിൻ്റെ കിടക്കയൊന്ന് വിരിക്കാമോ എന്നെങ്ങനെ ചോദിക്കും? ക്യാൻ യു മേക്ക് യുവർ ബെഡ് ബിഫോർ വി ലീവ്, ക്യാൻ യു മേക്ക് യുവർ ബെഡ് ബിഫോർ വി ലീവ്. ബിഫോർ വി ലീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് എന്നുള്ള മീനിങ് ആണ്. സോ ക്യാൻ യു മേക്ക് യുവർ ബെഡ് ബിഫോർ വി ലീവ് എന്ന് ചോദിച്ചാൽ നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് നിനക്ക് കിടക്ക വിരിക്കാമോ എന്നാണ് മീനിങ്. ഇനി നമ്മൾ കുട്ടികളെയൊക്കെ രാത്രി കിടക്കാൻ നേരത്ത് പുതപ്പ് വെച്ച് പുതച്ച് കിടത്തുന്നതിന്, അതായത് അവരെ കംഫർട്ടബിൾ ആക്കുന്നതിന് നമ്മൾ ടക്ക് സംവൺ ഇൻ എന്നാണ് പറയുന്നത്. സോ ലെറ്റ് മീ ടക്ക് യു ഇൻ എന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ പുതപ്പൊക്കെ വെച്ച് പുതപ്പിച്ച് സുഖമായിട്ട് കിടത്തട്ടെ എന്നുള്ള മീനിങ് ആണ് ലെറ്റ് മീ ടക്ക് യു ഇൻ. ഇനി ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ നന്നായിട്ട് ഉറങ്ങിയോ? അതെങ്ങനെ ചോദിക്കും? ഡിഡ് യു സ്ലീപ്പ് വെൽ, ഡിഡ് യു സ്ലീപ്പ് വെൽ. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, വെൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട്. സോ നന്നായിട്ട് ഉറങ്ങിയോ എന്ന് ചോദിക്കാനാണ് ഡിഡ് യു സ്ലീപ്പ് വെൽ. പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പിള്ളേരോട് പറയുമ്പം അവരത് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ കൂടുതൽ സംസാരമൊന്നും വേണ്ട. അതെങ്ങനെയാണ് പറയുന്നത്? നോ മോർ ടോക്കിംഗ്, നോ മോർ ടോക്കിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സംസാരമൊന്നും വേണ്ട എന്നുള്ള മീനിങ് ആണ് നോ മോർ ടോക്കിംഗ്. പിന്നെ നമ്മൾ കുട്ടികളോട് എന്തെങ്കിലും ഒരു സാധനം
കണ്ടുപിടിച്ച് തരാമോ എന്ന് ചോദിക്കാൻ നേരത്ത് നമ്മൾ ചോദിക്കത്തില്ല നീ എൻ്റെ വാച്ച് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ എൻ്റെ വാച്ച് കണ്ടോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഹാവ് യു സീൻ മൈ വാച്ച്? ഹാവ് യു സീൻ മൈ വാച്ച് എന്ന് പറഞ്ഞാൽ നീ എൻ്റെ വാച്ച് കണ്ടിട്ടുണ്ടോ, അതായത് കണ്ടോ എന്നുള്ള ഒരു മീനിങ് ആണ് ഹാവ് യു സീൻ മൈ വാച്ച്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. കുട്ടികളുമായിട്ട് കോൺവെർസേഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സംസാരിക്കുന്ന കുറേ സെൻറ്റൻസസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത്. സോ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊമൻസിലൂടെ എന്നെ ഒന്ന് അറിയിക്കുക. എങ്കിൽ മാത്രമേ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുകയുള്ളൂ. സോ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.